ഹലോ. അങ്ങനെ രാവിലെ ദേ അമ്പലത്തിലെ പാട്ടൊക്കെ കേട്ടായിരുന്നു കേട്ടോ എണീറ്റത്. മുറ്റത്തിറങ്ങിയപ്പോൾ നല്ല കോടയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നല്ല തണുപ്പുമായിരുന്നു കേട്ടോ. ഇപ്പൊ ചെറിയ വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിലും പക്ഷെ നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ പ്ലാവിൽ ഒരുപാട് ചക്ക ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം. പറിച്ച് പുഴുങ്ങാറൊന്നും ആയിട്ടില്ല. എന്നാൽ പിന്നെ ഒരു ഇടിഞ്ചക്ക പറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ദേ നല്ലൊരു ഇടിഞ്ചക്ക നോക്കി പറിച്ചെടുത്തിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ വൈകിട്ടത്തേക്ക് നമുക്ക് കറിക്കൊന്നുമില്ല. എന്നാൽ പിന്നെ എന്തേലും ആവാലോ എന്ന് വിചാരിച്ചു. ഈ വർഷത്തെ ആദ്യത്തെ ഇടിഞ്ചക്കയാണ് കേട്ടോ പറിച്ചേക്കുന്നത്. അപ്പോൾ ദേ നല്ല മുളഞ്ഞീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഇവിടെ ഇതിന് മുളഞ്ഞീൻ എന്നാണ് കേട്ടോ പറയുന്നത്. നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത്? അപ്പോൾ ദേ അതൊക്കെ നല്ലപോലെ ഒന്ന് തൂത്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ അബദ്ധം കാണിച്ച് നേരെ കയറി പിടിക്കുകയും ചെയ്ത് കയ്യിൽ നിറയെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ചെത്തി എടുത്തതൊക്കെ ദേ നല്ലപോലെ ഒന്ന് വൃത്തിക്ക് കഴുകി എടുക്കുന്നുണ്ട്. എന്തെങ്കിലും പശപശപ്പുണ്ടെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ദേ അതങ്ങനെ നല്ലപോലെ കഴുകി എടുക്കുന്നുണ്ട്. നമ്മൾ ഇടിഞ്ചക്ക തോരനല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. ഇടിഞ്ചക്ക വെച്ചൊരു ചിക്കൻ കറി മോഡൽ ഒരു സാധനം ഉണ്ടാക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ കാണിച്ച ഒരു മണ്ടത്തരം എന്നാന്ന് വെച്ചാൽ കയ്യിൽ നിറയെ എണ്ണ തൂത്തിട്ടാണ് മുറിക്കാനിരുന്നത്. ഇപ്പം കത്തിയും തിന്നുക, കൈ തിന്നിയിട്ടിട്ട് അത് മര്യാദയ്ക്കൊന്നും മുറിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല രീതിക്ക് വഴുകലുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ എണ്ണ തൂത്തിട്ട് ഞാൻ നേരെ പോയി കത്തിയിലേക്കായിരുന്നു പിടിച്ചത്. അതാണ് പറ്റിപ്പോയത്. അപ്പോൾ ദേ അതെല്ലാം ചെത്തി മുറിച്ച് വെച്ചപ്പോഴത്തേക്കും അടുപ്പത്ത് പാല് വെച്ച കാര്യം ഞാൻ മറന്നുപോയി. വന്ന് നോക്കിയപ്പോൾ മൊത്തം തിളച്ച് പോയിട്ടുണ്ടായിരുന്നു. ഇനി അടിയിൽ കുറച്ച് ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പട്ടിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. ഇവന്മാർക്ക് ഇതെന്നാ പറ്റിയെന്ന് വെച്ചാൽ സംഭവം വേറെ ഒന്നുമില്ല. ഇത് കണ്ട, ഇത് പെയിൻ്റാണ്. നമ്മുടെ ഇവിടെ ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ തള്ളപ്പെട്ടി അതിങ്ങനെ വലിച്ച് ചാടിച്ചത്. അപ്പോൾ ഇവന്മാരുടെ മേത്തേക്കാണ് പെയിൻറ്റ് മറിഞ്ഞു വീണേ. വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അതും ചത്തുപോയി. അപ്പോൾ ഇതൊക്കെയേ ഉള്ളൂ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോണൊക്കെ സെറ്റാക്കി വെച്ചപ്പോഴത്തേക്കും ദേ പുള്ളിക്കാരി എൻ്റെ പുറകെ വന്ന ഫോണെല്ലാം മറിച്ചിട്ടോ. ഞാൻ എവിടെ പോയാലും എൻ്റെ പുറകെ ഉണ്ട്, ഒരു മടുപ്പുമില്ല. എത്ര നേരം വേണേലും എൻ്റെ പുറകെ ഇങ്ങനെ നടന്നോളൂ കേട്ടോ. ചുമ്മാ നടക്കുന്നതാ, അവർക്കും പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. അപ്പം എൻ്റെ പുറകെ ഇങ്ങനെ വെറുതെ ഓടി ഓടി നടക്കൂ കേട്ടോ. നല്ല സ്നേഹമാണ്. അങ്ങനെ അവൾക്ക് കിടക്കാനുള്ളതൊക്കെ നല്ലപോലെ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു സൈഡ് മൊത്തം പള്ളയാണ്. പള്ള എന്ന് പറഞ്ഞാൽ അപ്പുറേ പറമ്പാണ്. മൊത്തം കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം കേട്ടോ. ഈ വരുന്ന വെള്ളം നമുക്ക് മുകളിൽ നിന്ന് കിട്ടുന്ന കേട്ടോ. ഏറ്റവും മുകളിലായിട്ടൊരു കിണറുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഓസിട്ടെടുക്കുന്ന വെള്ളമാണ്. അങ്ങനെ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ വെറുതെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അവിടെയൊക്കെ പോയി കുറച്ച് നേരം അവിടെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.